friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് carrot cake ആണ്. ഇത് മുട്ട ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു നുള്ളു ഉപ്പ്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുക്കാനായിട്ട് വിസ്കോ ബീറ്ററോ അല്ലെങ്കിൽ ഫോർക്കോ യൂസ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല പതപ്പിച്ച് തന്നെ എടുക്കണം. 1/2 ടീസ്പൂൺ വാനില എസൻസ് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കണം. നല്ല പോലെ പതഞ്ഞ് വരണം കേട്ടോ. ഇത് ബീറ്ററാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇന്ന് ഞാൻ ബീറ്റർ എടുക്കാത്തതെന്ന് വെച്ചാൽ അതില്ലാത്തവർക്കും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടറും ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിനായിട്ട് 1 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ നട്ട്മഗ് പൗഡർ, 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ അരിക്കുന്നത് കട്ടയൊന്നുമില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് അടിച്ച് കലക്കണ്ട. ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തേച്ചാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്താണ് നമ്മളിതിന് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കേട്ടോ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കേട്ടോ. ഇതൊരു ക്യാരറ്റാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് 1 കപ്പുണ്ട്. ചേർത്തതിന് ശേഷം ഇത് ഒന്നും കൂടെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 1 ക്യാരറ്റാണ്. അപ്പോൾ അത് ചിരണ്ടി വന്നപ്പോഴത്തേക്കും 1 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ക്യാരറ്റ് ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ കുറച്ച് ചെറി കട്ട് ചെയ്തത് ചേർക്കാം. ഇനി അത് വീണ്ടും ഇതുപോലെ തന്നെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് ട്രേയിലേക്ക് മാറ്റാം. ഇത് സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോസ് പാനിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡിലും എണ്ണ ഒന്ന് പറ്റിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പറോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ എങ്ങനെയാണ് ബട്ടർ പേപ്പർ ഉണ്ടാക്കുന്നത്. അതുപോലെ ഞാനൊരു ബട്ടർ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ പുറത്തും കൂടെ ഒന്ന് കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിക്കാം. ഇനി ഇതൊന്ന് തട്ടിക്കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഇതൊരു തവയുടെ മുകളിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഈ തവ ഞാൻ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഈ സോസ് പാൻ വെച്ച് കൊടുക്കാം. സോസ് പാൻ വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊരു 45 മിനിറ്റ് നേരം മീഡിയം ഹീറ്റിൽ ഒന്ന് വേവിച്ചെടുക്കണം. സോസ് പാൻ ഈ തവയുടെ മുകളിൽ വെച്ചതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ ഇത് ഒന്ന് ചൂടാക്കണം. ഇനി ഇതൊരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം.
മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഇതൊരു 45 മിനിറ്റ് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായെന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഒരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ പപ്പടക്കമ്പിയോ ഇട്ടിട്ടൊന്ന് കുത്തി നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് മാറ്റാം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഡീമോൾഡ് ചെയ്യാം. അതിന് മുന്നേ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് പിടിച്ചു കൊടുക്കാം. ഈ പേപ്പറൊന്ന് മാറ്റാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ ഇത്. ഇതാ ഇതുപോലെയാണ്. ഇത് നല്ല സോഫ്റ്റാണത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.